എനിക്ക് നിന്നെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, എന്റെ വീട്ടുകാരുടെ നിർബന്ധത്തിന്. ഒന്നും ഞാൻ അറിഞ്ഞുകൊണ്ടല്ല. അയ്യോ അമ്മച്ചി രാഹുൽ, എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമായിരുന്നു. പക്ഷെ നീ എല്ലാവരുടെയും കൂടെ ചേർന്ന് എന്നെ 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 എങ്ങനുണ്ട്? എന്താ എങ്ങനുണ്ട്? ഞാൻ സംവിധാനം ചെയ്ത് ഇവർ അഭിനയിച്ച സിനിമ എങ്ങനെയുണ്ടെന്ന് ഒരു സംവിധായകനായി ഞാൻ എന്തിനാണ് അഭിപ്രായം പറയുന്നത്? പ്രേക്ഷകനായി നിങ്ങൾ പറയണം എങ്ങനെയുണ്ട്. കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. അതാണ് കാര്യം അറിയാമോ, എന്റെ വീട്ടിൽ വെച്ചല്ലേ ഷൂട്ട് ചെയ്തത്. അതെ, ഇവിടെ വെച്ച്. അതെ, 90% ഇവിടെ വെച്ചിട്ടാണ് ചെയ്തത്. അതിൻ്റെതായ ഒരു ഐശ്വര്യമുണ്ട്. എന്തോന്ന്? അതിൻ്റെതായ ഒരു ഐശ്വര്യമുണ്ട്. ഇവിടെ ഐശ്വര്യമുണ്ട്. നിന്റെയൊക്കെ സിനിമയുടെ ഷൂട്ട് ചെയ്ത് തിയേറ്ററിൽ കാണിച്ച് എന്നിട്ട് ആൾക്കാർ പറയുന്ന അറിയാമോ, ഇവിടെ പ്രേതശല്യം ഉണ്ടെന്ന്. ഈ വീട്ടിൽ പ്രേതം ഉണ്ടെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ആരും വരാറില്ല. രാത്രി 6 മണിക്ക് ശേഷം ഇങ്ങോട്ട് ആരും പോവാറില്ല, അറിയാമോ? ഹലോ മിസ്റ്റർ, അതിന്റെ ക്രിയേറ്റിവിറ്റിയാണ്, ഒറിജിനാലിറ്റിയാണ്, അതിന്റെ ഡയറക്ഷൻ എന്ന് പറയാം. നിന്റെ ഡയറക്ഷൻ. അതുകൊണ്ടൊരു കാര്യമുണ്ട്, നീയൊക്കെ ഇന്ന് രാത്രി ഇവിടെ താമസിക്കും, നേരം വെളുത്തിട്ട് ഇവിടെ നിന്ന് പോവുള്ളൂ. അയ്യോ, അത് പറ്റൂല. എങ്ങനെ? അത് പറ്റൂല. അതേ സംഭവിക്കൂ. ഇന്ന് രാത്രി നീയൊക്കെ ഇവിടെ നിൽക്കും, നേരം വെളുക്കും പോവും. ഇതിന്റെ ഇടയിൽ രാത്രി 12 മണിക്ക് ലൈവ് വിടും. എന്തോന്ന്? ഇവിടെ പ്രേതശല്യം ഇല്ലാന്ന് നാട്ടുകാർ അറിയാൻ വേണ്ടി, അത്രേ ഉള്ളൂ. അതെ 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 സുഹൃത്തേ, നിങ്ങൾ കുറെ നേരമായിട്ട് നിങ്ങളിങ്ങനെ പ്രസംഗിക്കുന്നു. നിങ്ങളൊരു കാര്യം കേരളം അറിയപ്പെടുന്ന ഒരു ആക്ഷൻ ഹീറോയുടെ മുമ്പിൽ നിന്നാണ് നിങ്ങൾ ഈ സംസാരിക്കുന്നത്. എന്റെ ആരാധകരറിഞ്ഞാൽ നിങ്ങളുടെ ഊപ്പാട് വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 4, 3, 7 വരെ എനിക്ക് എന്താ വിഷയം? അതാണ് നിന്റെ ഫാൻസ്. 4, 3, അതല്ല നിന്റെ ഫാൻസ്. ഒറ്റ ആടി നിന്റെ അഭിനയം. ഇതാണ് നിന്റെ അഭിനയം. ഒടുക്കത്തെ ഈ കാരണം എന്റെ വീടല്ല, നീ വിൽക്കാനോ വാടക കൊടുക്കാനോ പറ്റുന്നില്ല. ഇപ്പൊ എന്തോ ചെയ്യൂന്ന് പറ. ഇപ്പൊ എന്തോ ചെയ്യണമെന്നാ പറയുന്നേ? നിങ്ങൾ ഞാൻ കിഡ്നാപ്പ് ചെയ്തിരിക്കുകയാണ്. കിഡ്നാപ്പാ? കൊളാബുണ്ടോ? കൊളാബുണ്ടോ? എനിക്ക് കോസ്റ്റ്യൂം കോട്ടേഴ്സ് വിളിച്ചു പറയാനാ. പൊന്നു കൊച്ചാൽ നിന്നെ തട്ടിക്കൊണ്ടുവന്ന് അടച്ചിട്ടേക്കോണം, അതുപോലും പറഞ്ഞാൽ മനസ്സിലാവും. അത് പറഞ്ഞ മനസ്സിലാവാത്തോണ്ടല്ലേ. ഇത് കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോ സോഷ്യൽ മീഡിയയും അല്ലാത്തവരും എല്ലാരും മുഴുവൻ ഇതിന്റെ മുമ്പിൽ നിൽക്കും. അപ്പൊ നല്ല കോസ്റ്റ്യൂം ഇട്ട് വേണ്ടേ പുറത്തേക്ക്? അല്ലല്ല, അത് മാത്രമല്ല, ഇവിടെ രക്ഷിക്കാൻ മേജർ മഹാദേവൻ പരിപാടി തോക്കുമ്പോ. ഞാൻ ഒരു കാര്യം പറയാം, എന്തൊക്കെയായിരുന്നാലും ഇന്നത്തെ രാത്രി നിങ്ങളുടെ കഴിയുന്നു, നേരം വെളുക്കും പോകുന്നു, കേട്ടല്ലോ.
ചാടി പോവാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ ഒരിക്കലും നടക്കില്ല. അത് നടക്കാത്ത. ഞാൻ അകത്തുനിന്ന് പൂട്ടി താക്കോല് കയ്യിൽ ഹലോ മിസ്റ്റർ, ഈ താക്കോലൊന്നും വെച്ച് പേടിപ്പിക്കണ പരിപാടി എന്റെ അടുത്ത് ഇറക്കല്ലേ. ഏട്ടാ, ഇത് എങ്ങനെ ഇടിച്ചു വാങ്ങിക്കണോന്ന് എനിക്കറിയാം. അവളെ കരോട്ടക്കാരിയാണ്. പഠിച്ചിട്ടുണ്ട്. കുംഭു കരാട്ടയും എല്ലാം പഠിച്ചിട്ടാണ് ഞാൻ നിക്കണത്. ഒരു സ്റ്റെപ്പ് കാണിച്ചോളൂ. ഒരു സ്റ്റെപ്പേ കാണിക്കാവൂ. പേടിച്ചു ഒറ്റ സ്റ്റെപ്പേ. ഞാനൊരു കാര്യം പറഞ്ഞു. താക്കോല് കയ്യിലിരുന്നാലല്ലേ നിങ്ങൾ എടുക്കുള്ളൂ. അതെ, ദൂരെ എറിഞ്ഞ് എടുക്കില്ല. താക്കോൽ എവിടെയാടാ? വിഴുങ്ങാ പനീര ഗുളിയെ. ഇത് ഈ താക്കോലേ നേരം വെളുക്കുമ്പോ തരാം. അത് ഞാൻ വിചാരിക്കണം. എന്റെ ദൈവമേ, എനിക്ക് എന്താ കാന്തം വെച്ച് പിടിക്കണ? ഇല്ല, താക്കോല് പിടിച്ചു വെക്കണ വയറ്റിലോട്ട് കൊണ്ടുപോയി. അയ്യോ, മിക്കാറും എന്റെ വൻകുടല് പൂട്ട് വീണ് കാണും. ഇന്ന് രാത്രി നിങ്ങളിവിടെ കിടക്കും. നേരം വിളക്കും പോവും. രാത്രി 12 മണിക്ക് ലൈവ്. ഓക്കെ, അറിയാമോ? എന്റെ ഫോൺ എന്റെ ഇരിക്കണം. നിന്റെ ഫോൺ ഇവിടെ ലൈവ് 12 മണിക്ക്. ചേട്ടാ, സംവിധായകനും ഡയറക്ടറെ എന്ന് വിളിച്ച പാവം തന്നെ വേറെ ഒന്നും വിളിപ്പിക്കരുത്. നിങ്ങൾ എന്നോട് വന്ന് ഈ സ്റ്റോറി പറഞ്ഞപ്പോൾ ക്രിഞ്ച് ലവ് സ്റ്റോറി എന്നല്ലേ പറഞ്ഞത്? അതെ. ഞാനൊരു പൂക്കി കാമുകൻ എന്നല്ലേ പറഞ്ഞത്? ഒരുപാട് ഹ്യൂമർ ഉണ്ടെന്നല്ലേ പറഞ്ഞത്? അതെ. എന്നിട്ട് ഈ ഹ്യൂമർ സിനിമ എങ്ങനെ ഹൊറർ പടമായി? പറഞ്ഞു തരാം, ന്യായമായ ചോദ്യം. ഇത് ഹ്യൂമർ സിനിമയായിരുന്നു. നീ അഭിനയിക്കുന്നത് എവക്ക് ഇഷ്ടപ്പെടാത്തോണ്ട് എവള് കണ്ണുരുട്ടും, എവള് അഭിനയിക്കുന്നത് നിനക്ക് ഇഷ്ടപ്പെടാത്തോണ്ട് നീ കണ്ണുരുട്ടും. രണ്ടിനും കൂടെ കണ്ണുരുട്ടി എന്റെ ഹ്യൂമർ സിനിമയെ എല്ലാരും കൂടി ചേർന്ന് ഹൊറർ സിനിമയാക്കി മാറ്റി. എന്റെ കുറ്റം. അല്ല, ഞാൻ ചോദിക്കട്ടെ, ക്ലൈമാക്സിൽ സാർ എന്തോ അങ്ങനെ കാണിച്ചത്? ഈ വീട്ടിൽ പ്രേതം ഉണ്ട്, അവൾ ഇവിടെ തന്നെ ഉണ്ടാവും, എന്നിട്ട് ക്ലൈമാക്സിൽ തുടരും കൂടെ എഴുതി കാണിച്ചു. അയ്യോ, നിന്റെയൊക്കെ അളിഞ്ഞ അഭിനയത്തിന് അങ്ങനെ ഒരു ക്ലൈമാക്സ് കിട്ടിയതിന് എന്റെ മഹാഭാഗ്യം. ഒരു കാര്യം ചെയ്, ഇവിടെ എല്ലാം കൂടെ പെട്ട് നിൽക്കുകയാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ പെട്ട് നിൽക്കണം. എനിക്ക് ഇവിടെ നിന്ന് പോണം സർ. ഞാൻ കുറച്ച് തിരക്കുള്ള ആർട്ടിസ്റ്റ് ആണ്, മനസ്സിലായി? എനിക്ക് നാളെ മലേഷ്യയിൽ പോണ ഷൂട്ടുണ്ട്. എവിടെ? മലേഷ്യയിൽ ഷൂട്ടുണ്ട്. എങ്ങനെ? മലേഷ്യയിൽ ഷൂട്ടുണ്ട്. എന്റെ ഈ രണ്ട് കണ്ണിലും നോക്കി പറ, എവിടെ? മലയൻകീഴ് ഷൂട്ടുണ്ട്. ഫോട്ടോ ഷൂട്ട്. ഞാനൊരു കാര്യം പറഞ്ഞു, എന്തായിരുന്നാലും ഇവിടെ മൊത്തം കുളമായിട്ടിരിക്കുക. ഞാനൊരു ഐഡിയ പറയാം. നമ്മളെ കുഴപ്പിക്കാനാണല്ലോ, നമുക്കൊരു പണിയാണല്ലോ ഇവൻ തന്നത്. തിരിച്ച് നമ്മളൊരു പണി കൊടുക്കണം. അതായത് ഇവിടെ പ്രേതമില്ലാന്ന് നാട്ടുകാരെ ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ പൂട്ടിയിട്ടേക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ പ്രേതമുണ്ട്. പ്രേതമുണ്ടെന്ന് നമ്മൾ ധരിപ്പിക്കുന്നു. ഒരുപാട് ധരിപ്പിക്കൽ കേട്ടോ, ഒരെണ്ണേ ധരിച്ചിട്ടുള്ളൂ, അതുകൊണ്ടാണ്. അതിനു വേണ്ടിട്ട് നമ്മൾ ഈ സിനിമ റീക്രിയേറ്റ് ചെയ്യുന്നു. അതായത് നിനക്ക് ഇതിനോടകത്തുള്ള വേഷമില്ലേ, അത് അതേപോലെ അങ്ങ് അഭിനയിക്കുന്നു. പേയ്മെന്റ് ഉണ്ടോ? ചാവാൻ നിൽക്കുമ്പോഴാണ് അവളെ കൊടുക്കാത്ത. പേയ്മെന്റ് മാത്രമല്ല, കാരവാനുണ്ട്. നിന്റെ വീട്ടിൽ നിന്ന് ഒരു ഇന്നോവ ഒന്ന് വിളിച്ചോണ്ട് വരും. ഞാൻ പറയുമ്പോൾ ഒന്ന് കേൾക്കാവോ? ഇവിടെ നിന്ന് രക്ഷപ്പെടണോ വേണ്ടേ? അപ്പൊ അതുപോലെ അങ്ങ് അഭിനയിച്ചാ മതി. ഓക്കെ ആണല്ലോ? നീ അവനെ വിളിക്കണം, നീ അഭിനയിച്ചോണം. നിന്നോ? റെഡിയാണല്ലോ? ഓക്കെ ഓക്കെ ഓക്കെ. സാറേ, ലുക്ക് എവിടെ? നീ ഇവിടെ മൊത്തം ലുക്ക് തന്നെ, മനസ്സിലായോ നിനക്ക്? ചെയ്തോ ചെയ്തോ, വിളിച്ചോ വിളിച്ചോ വിളിച്ചോ. എന്തരങ്ങാ നിൽക്കുന്നത്? ആക്ഷൻ പറയണം. അയ്യോ, ഈ സമയത്ത് തന്നെ നിനക്ക് ആക്ഷൻ പറയണല്ലേ? വരുള്ളൂ. ശരി ശരി, ആക്ഷൻ. അയ്യോ, വിളിക്കണല്ല, അവൻ വരണം. വിളിയടാ അങ്ങോട്ട്. നടിക്ക് കൂടി, നടിക്ക് കൂടി, കൂടി. സത്യം, അടുത്ത് പോരുത്, അടുത്ത് പോരുത്. തൊടല് കടിക്കും. സംഭവം അറിയാമോ? ഈ ആടലോടകവും ഉപ്പിട്ട് ആവി പിടിച്ചാൽ മതി, അപ്പം മാറും. വലിവിന്റെ അസുഖമല്ലേ കൊച്ചിന്? വലിവല്ലേ ഇത്? അല്ല, പ്രേതം കൂടിയതാണോ? ഞാൻ പ്രേതമാണ്. ഇതാണ് പ്രേതം. ഒരു വേറെ കിടക്കില്ല കേട്ടാ. രാത്രി 12 ലൈവ് ഇടണം, എന്റെ വീട് നിൽക്കണം, മനസ്സിലായ? നോക്കാൻ പറ്റിയ ആണെങ്കിൽ ഇവിടെ കിടന്നു. എന്നിട്ട് നിങ്ങൾ എങ്ങോട്ട് പോകണം? എനിക്ക് സേലത്തല്ല മാമിയുടെ വീട്ടിൽ പോകണം. മാമിയുടെ സേലത്ത് കൊണ്ട് വെച്ചേക്കണം, ഇവിടെ എങ്ങനെ വെച്ചാ പോരാ? മര്യാദക്കാണെങ്കിൽ മര്യാദ കേട്ടല്ലേ? ഓ, രാത്രി 12 മണിക്ക് ലൈവ്. ഓനാൻ പറ്റി കാണിക്കാൻ എടുത്ത്. സാറേ, എന്തെങ്കിലും ചെയ്യ് സാറേ. എന്റെ കയ്യിൽ നല്ലൊരു സംഭവം, അത് ഞാൻ വൃത്തിയായിട്ട് അങ്ങോട്ട് ചെയ്യാം. നിങ്ങൾ എന്റെ കൂടെ നിന്ന് തന്നാ മതി. അതായത് ഇങ്ങോട്ട് വാ.
ഓക്കെ ആണല്ലോ ഞാൻ അതൊക്കെ സെറ്റ് ചെയ്തോളാം. ഓ വിളിച്ചോ വിളിച്ചോ. നീ എന്ത് മിണ്ടാ നിക്കണത്? ആക്ഷൻ പറ. എന്റെ പൊന്നെ ആക്ഷൻ. അയ്യോ ചേട്ടാ ചേട്ടാ സംവിധായകനെ സംവിധായകനെ കാണാനില്ല, സംവിധായകനെ കാണാനില്ല ചേട്ടാ. ഡയറക്ടറിനെ കാണാനില്ല ഏട്ടാ, ഡയറക്ടറിനെ കാണാനില്ല ഏട്ടാ. ചേട്ടാ സംവിധായകനെ കാണാനില്ല ചേട്ടാ. എന്താണ് ഇവിടുത്തെ വിഷയം? സംവിധായകനെ കാണാനില്ല ചേട്ടാ. സംവിധായകൻ കാണാനില്ല. ഉള്ള എവിടെ പോയി കാണും? ഇല്ല, ഇവിടെ എവിടെയൊക്കെ ഞങ്ങൾ നോക്കി കാണാനില്ല ചേട്ടാ. സംവിധായകോ? ഇല്ല ഇല്ല സംവിധായകോ? ഇല്ല എവിടെ? ഇല്ല. കഥയാണ് കേട്ടോ. അപ്പൊ ഈ കൊട്ടാരത്തിൽ ഒരു കുമാരി ഉണ്ടായിരുന്നു, ധാത്രി തമ്പുരാട്ടി. തമ്പുരാട്ടി അടങ്ങ്. ധാത്രി തമ്പുരാട്ടി. ഈ രാത്രി തമ്പുരാട്ടിക്ക് ഭയങ്കര ഡാൻസ് കളിയായിരുന്നു. അപ്പൊ പാട്ടുപാടി മഴ പെയ്ക്കുന്ന കണ്ടിട്ട് ഇവർക്ക് കൊതി മൂത്തിട്ട് ഒരേ നിർബന്ധം. എന്റെ പൊന്ന് തമ്പുരാട്ടി അപ്പം മൂത്തിട്ട് ഇവര് പറഞ്ഞ് ഞാൻ ഡാൻസ് കളിച്ച് മഴ പെയ്പ്പിക്കും. അങ്ങനെ ഡാൻസ് കളിച്ചു, മഴ പെയ്തു. എല്ലാവരും പറഞ്ഞു തമ്പുരാട്ടി മഴ വീണ് നിർത്താന്ന്. ഇവര് നിർത്തിയില്ല. അവസാനം ഒരു മിന്നലും ഒരു ഇടിയും ഒരു പുകയും. ആ കൈയിരിക്കണ ചെലങ്ക കണ്ട, അത് മാത്രമേ ബാക്കി വെച്ചോളൂ. തമ്പുരാട്ടിയെ പിന്നെ കാണാനേ ഇല്ല. അതുകൊണ്ട് ഈ ചെലങ്ക ആരെടുത്താലും അവരുടെ ദേഹത്ത് തമ്പുരാട്ടിയുടെ ബാധ കൂറും. ഡയറക്ടറുടെ ദേഹത്ത് തമ്പുരാട്ടിയുടെ ബാധ കയറിയിരിക്കുകയാണ്. ആരും പോവരുത് കേട്ടോ. ഞാൻ നൃത്തം ചെയ്ത് മഴ പെയ്പ്പിക്കാൻ പോവാ. എല്ലാരും ഇവിടെ ഉണ്ടാകണം. ഉണ്ടാവോ? 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 എടാ മുതുക്ക് കൂത്താട്ടം കാണിക്കരുത്, മനസ്സിലായോ? ഈ ഒരു സംവിധായകനാണ്, ഉണ്ടാക്കിയ കഥ എന്റെ അടുത്ത് പറയരുത്, കേട്ടല്ലേ? നിനക്ക് 2 പിള്ളേരല്ലടാ, ചിന്നു മിന്നു. അവരുടെ സ്കൂളിൽ PT മീറ്റിംഗിന് പോണ്ടേ? പോണം, പ്രസിഡന്റാണ്. നാണക്കേടല്ലേ? നാണക്കേടാണ്. മര്യാദക്കാണെങ്കിലും മര്യാദ, കേട്ടല്ല? രാത്രി 12 മണിക്ക് ലൈവ് കൂടണം. ഓ കേട്ടാ? ഓ ഫോൺ എടുക്കാൻ പറഞ്ഞത് എടുത്തോണ്ട് പുറത്ത്. ഓ പോയിട്ട് ലൈവ് ഇടണമെന്ന് പറഞ്ഞ ഫോൺ എവിടെ? അത് എടുത്തോണ്ട് വരുന്ന പറഞ്ഞല്ലോ. എന്നാലേ ലൈവ് ഇടാൻ പറ്റുള്ളൂ. ഫോൺ കൈ കെട്ടിട്ട് ഓ ലൈവ് 12 മണിക്ക്. ഓ രാത്രി 12 ലൈവ് ലൈവ് ഇടും. ലൈവ് ഇടും. ഓക്കെ ലൈവ് ഇടും. ഓക്കെ ഓക്കെ ഓക്കെ. പ്ലാൻ എയും പൊളിഞ്ഞു, പ്ലാൻ ബിയും വട്ടത്തിൽ പൊളിഞ്ഞു. ഇനി വേറൊരു സംഭവം ഉണ്ട്. എന്തോന്ന്? നമ്മളെ 3 പേരും എന്ത് ചെയ്താലും അവൻ പേടിക്കൂല. അങ്ങനെ അവൻ പേടിക്കണം എന്നുണ്ടെങ്കിൽ പുറത്തുനിന്നൊരു ആർട്ടിസ്റ്റ്. നമ്മള് 3 പേര് വന്ന് പെട്ടാൻ പുറത്ത് പുറത്തുനിന്ന് ആൾക്കാരെ കൂടെ കയറ്റിക്കൊണ്ട് വാങ്ങി. ഇത് ഞാൻ പറയുന്ന ആദ്യം കേട്. അങ്ങനെ 3ാമതൊരാൾ വന്ന് നല്ല രീതിയിൽ പേടിപ്പിച്ചു കഴിഞ്ഞാൽ ഇവൻ പേടിക്കും. ഇവൻ പേടിച്ചാൽ നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാം. ഓക്കെ ആണല്ലോ? അതിനെ നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മളെ ഇവിടെ പലരും ഇവിടെ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുക. നമ്മളെ മനു, നമ്മളെ സിനിമയുടെ കൺട്രോളിൽ മനു, അവനെ വിളിച്ചേ, ഞാൻ ഒന്ന് അറേഞ്ച് ചെയ്യാം. അത് വല്ല നടക്കൂ? നടക്കുമോ? എനിക്കറിഞ്ഞൂടെ നടക്കുമല്ലോ. ആ ഫോണൊക്കെ എന്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ. നിന്റെ കൈ കിട്ടിയില്ല, നീ ഇപ്പൊ ലൈവ് പോയിട്ട് നാട്ടുകാരെ വിളിച്ചപ്പോ നമ്മളങ്ങ് രക്ഷപ്പെടുത്തിയത്. അയ്യോ അതല്ല, ഇതൊരു കണ്ടന്റ് ആയിട്ട് ഷൂട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് ഞാൻ റീച്ച് മേടിക്കുമെന്നാണ് പറഞ്ഞത്. നീ ആര് ശ്രീവിദ്യ മുല്ലച്ചേരിയ പോണ സ്ഥലത്തെല്ലാം കണ്ടന്റ് ഉണ്ടാക്കാനായിട്ട്? ശരിയാണ്. എല്ലാം റെഡിയാണ്, എല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്താണ്? കുഞ്ഞ് ആർട്ടിസ്റ്റേ ഉള്ളൂ ഫ്രീ ആയിട്ട്, പക്ഷെ നന്നായിട്ട് അഭിനയിക്കും. നമുക്ക് ഈ കുഞ്ഞ് പിശാച്, കുഞ്ഞ് പ്രേതം എന്നൊക്കെ പറയണ്ടേ, ആ സെറ്റപ്പിൽ നടിച്ചാലാ. അനബല്ല അതേപോലെ ഈ കൊച്ചു നന്നായിട്ട് അഭിനയിക്കും. ഞാൻ കഥ റൂട്ട് എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതങ്ങോട്ട് ചെയ്യുന്നു. അപ്പോ ഞാനൊന്ന് വാഷ്റൂമിലേക്ക് വാഷ്റൂമിൽ പോകുന്നതിന് മറ്റേ ലൈവിന്റെ കാര്യം എന്താണ് കൂടാതെ? അല്ല, ലൈവ് എങ്ങനെ ചെയ്യാം എന്നാലും സെലിബ്രിറ്റികളല്ലേ ചെയ്യുന്നത്. ഇങ്ങനെ വെച്ചിട്ട് അത് അറിയാം, പക്ഷെ ഈ ഡയലോഗ്സ് ഒക്കെ ആദ്യം പറയണം, എന്ത് പറയണമെന്നുള്ളത്. കുഴപ്പമില്ല, പറഞ്ഞു. അതെ 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 ശരി, ശരി, ശരി. വേണേ മക്കളെ, കട്ടൻ ചായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് പാല്. അയ്യോ അയ്യോ, എന്താ അവിടെ ഒരു കൊച്ചണ്ണായി. അല്ലല്ല, കൊച്ചിരിക്കണ്. കൊച്ചേക്കറാ? കൊച്ചു നിക്കറല്ല, ഒരു കുട്ടി, പെൺകുട്ടി യക്ഷി പ്രേതം കണ്ട് ഞാൻ പേടിച്ച്. പരിപാടി തുടങ്ങി. അതാ മനസ്സിലായ നമ്മളെ മനു പറഞ്ഞു വിട്ടില്ലേ, ആ കുഞ്ഞ് ആർട്ടിസ്റ്റ് കൊച്ച് മനു പറഞ്ഞു വിട്ടില്ലടാ. മറ്റേ പ്രേതമായിട്ട് പ്രേതമായിട്ട് അഭിനയിക്കണ കൊച്ച്. നീ ഒരു കാര്യം നീ ചെന്ന് വിളിച്ചോണ്ട് ഇവിടെ മനു ഉണ്ടല്ലോ, പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ അവൻ സെറ്റപ്പാണ്, അടിപൊളിയാണ്. അവൻ ഒരു ആർട്ടിസ്റ്റ്, പഞ്ച്വാലിറ്റിയാണ്. കഥയൊക്കെ പറഞ്ഞ റെഡിയായി കാണും. പിന്നെ പിന്നെ വിത്ത് മേക്കപ്പ്. വിത്ത് മേക്കപ്പില് ഇതാണ് ഈ ചെറുക്കനടുത്ത് ഒന്നും വിളിച്ച് പറയാത്തത്. പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ വൻ സെറ്റപ്പായിട്ട് വന്നാളെ. മോളെ, ആ മനുവങ്കളെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ, അതുപോലെ മോളങ്ങ് ചെയ്താൽ മതി. ചുമന്ന കളർ ഷർട്ട് ഇട്ട നങ്ങറി വരുമ്പം അങ്ങേരെ വേണം പേടിപ്പിക്കാൻ. പേടിപ്പിച്ചിട്ട് ഇവിടെ കിടന്ന് ഏഴേണ് എനിക്ക്. അതെ 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 കേട്ടല്ല?
ഓക്കെ അല്ലേ? ഓക്കെ റെഡിയാണല്ലോ. ഞാൻ നോക്കാം ആക്ഷൻ നിന്റെ അടുത്ത് നേരത്തെ പറഞ്ഞ അയ്യോ ചേട്ടാ, ചേട്ടാ പ്രേതം, ചേട്ടാ, ചേട്ടാ പ്രേതം, ചേട്ടാ, പ്രേതം, പ്രേതം, പ്രേതം നോക്ക്, അങ്ങോട്ട് നോക്ക്. പ്രേതം, പ്രേതം ചേട്ടാ, ചേട്ടാ പ്രേതം, അടുത്തോട്ട് പോണ്ട, അടുത്തോട്ട് പോണ്ട. ചേട്ടാ. അയ്യോ എന്തോന്നടാ നീയൊക്കെ മൂന്നും പെട്ട് ആ കൊച്ചിനെ കണ്ട് പഠിപ്പിച്ച എന്ത് കഷ്ടം ആലോചിക്കുന്നു. മോളെ നാളെ സ്കൂളിൽ പോണ്ടില്ലേ? രാത്രി എങ്ങനെ വന്നു ഇവിടെ? ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, രാത്രി 12 മണിക്ക് ലൈവ് ഇടേണ്ടതാണ്. നിങ്ങളുടെ കൂത്താട്ടം കാണിക്കാനുള്ള സ്ഥലമല്ല കേട്ടല്ലേ. ഇതൊക്കെ പ്രേതം കഷ്ടം തന്നെ. നീയൊക്കെ പ്രേതം പോലും പ്രേതം. രാത്രി തമ്പുരാട്ടി ഇതും പൊളിഞ്ഞു. അയ്യോ പ്രാതം പ്രാതം അയ്യോ ഇവിടെ കണ്ടു ഇത് കണ്ടു. അയ്യോ പ്രാതം പ്രാതം ഓടിക്കോടാ. അയ്യോ അണ്ണാ വിഴുങ്ങിയ താക്കോല് വന്നു. എനിക്ക് ഞങ്ങൾ വേണമെങ്കിൽ എടുത്തോളൂ. അവന്റെ അടുത്ത് ഒരു ആർട്ടിസ്റ്റിനെ പറഞ്ഞു ഞാൻ രണ്ടുപേരെ കൊണ്ടുവന്നു. പണ്ടേ താങ്ക്സ് കേട്ടോ. അതിൽ പേടിച്ചു അതിൽ വരുന്നുണ്ട്. അവന് നന്ദി പറയട്ടെ. ഒരിക്കലും മോളെ സൂപ്പറായിട്ട് കേട്ടോ, സൂപ്പറായിട്ട്. ഞാൻ പറഞ്ഞു കൊടുത്ത കഥയെക്കാളും ഗംഭീരമായി കളഞ്ഞാ. ആ മനു സൂപ്പറടെ നീ പറഞ്ഞു വിട്ടോ. ഇത് രണ്ടുപേരും എന്താടാ പറഞ്ഞു വിട്ടത്? രണ്ടും തകർത്ത് കളഞ്ഞു കേട്ടാ. താങ്ക് യൂടാ, താങ്ക് യു. ആ പിന്നെ എന്തേ മനു പറഞ്ഞു വിട്ടില്ലേ ആർട്ടിസ്റ്റ്? കോതമംഗലം സ്റ്റാൻഡിൽ എത്തിയതേ ഉള്ളൂ. അപ്പൊ പിന്നെ ഇത് പിന്നെ രണ്ടും ആര്?